അപ്പോൾ നമ്മുടെ മത്സരം നമ്മളിവിടെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മുസ്ലിമാണോ വിളിക്കുന്നത്, ഈ ചേലാക്രമത്തെ നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അതൊരു അന്ധവിശ്വാസമാണ്, നിങ്ങൾ സമ്മതിക്കോ ഇല്ലേ, ഇത് നിങ്ങൾ പറയണം. ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ്, ക്രിസ്ത്യാനികളെ ഞാനിന്ന് വെറുതെ വിടുകയാണ്, കാരണം അത് നമ്മുടെ വിഷയമായിട്ട് വരുന്നില്ല. കാരണം അവർ തന്നെ കുറേ കാര്യങ്ങളൊക്കെ തള്ളിമറിച്ച് നടക്കുകയും ഉണ്ടെങ്കിൽ തന്നെ കൃപാസനത്തെയൊക്കെ തള്ളുന്ന ആളുകളാണ് കൂടുതൽ ക്രിസ്ത്യാനികൾ നമ്മൾ കണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ആ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. പക്ഷേ ഹിന്ദുക്കളിൽ അങ്ങനെയല്ല. അവർ കൊണ്ടു നടക്കുന്ന സാധനം അവർക്ക് വലിയ സംഭവമായിരിക്കും, അവർ പുറത്ത് പറയാറില്ല എന്നുള്ളൂ. എന്നാലും അവർക്ക് അത് തിരുത്താനുള്ള ഒരു മനസ്സെപ്പോഴും കാണിക്കാറുണ്ട്. അത് നമുക്കൊന്ന് പരീക്ഷിക്കാം, ഇതാർക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. ഇതാണ് ഇന്നത്തെ മത്സരം. ഈ അന്ധവിശ്വാസത്തെ തള്ളി പറയാനുള്ള സാധ്യത അതാർക്കാണ് കൂടുതൽ, ഇതാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മത്സരത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോള് ഇനി ഇവിടെ നമ്മൾ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. ഹലോ, കളഞ്ഞു നിങ്ങളോട് ആരപ്പോൾ വിളിക്കാം? കുഞ്ഞിരാമൻ നിന്നോട് ഇപ്പൊ ചായ കൊണ്ടുവരാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഒരു ചെറിയ ഡിബേറ്റിൽ ഏർപ്പെട്ട് നിൽക്കണേ. അപ്പൊ എനിക്ക് നമ്മളൊരു ചരിത്രത്തിന്റെ ഇതില്ലേ, എന്തൊട്ട് കിട്ടുന്നില്ല. എന്താണ്, എവിടുന്നാണ് ഈ ചരിത്രം തുടക്കുന്നത്? നമ്മളെ അടിമനെ ഭോഗിച്ച ചരിത്രല്ലേ, അടിമനെ ഭോഗിച്ച നബിന്റെ ഒരു കഥല്ലേ, അഫ്സർ അലി അള്ളാഹുവിന്റെ വീട്ടിൽ. അത് നമ്മൾ ഏത് ചരിത്രത്തിലാണ്? ഞാൻ ആ ചരിത്രം എന്നോട് കുറെ നേരം ചോദിച്ചു, ഡിബേറ്റില് തോറ്റ് നിൽക്കണോ? അതെ, അത് ശരി. അങ്ങനെ ഇങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ചരിത്രം എന്നൊക്കെ എന്നോട് പറയണേ. അത് ശരി. അതൊക്കെ ഹദീസിലുള്ളതാണ്. നമ്മള് റഫീഖ് സലഫിയുടെ പ്രസംഗം അവിടെ എടുത്തിട്ട് കൊടുക്കുക. ഓക്കെ, റഫീഖ് സലഫിന്റെ. അതെ, ഓക്കെ. ഹദീസ് ഏതാണെന്ന് പറയാ? അയ്യോ, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് ഹദീസിലുള്ളത്. ഓക്കെ, ശരി. കളഞ്ഞു, ഇതാണ് അവസ്ഥ. എവിടെ നോക്കിയാൽ എക്സ് മുസ്ലിംസ്. ഹലോ, അന്ധവിശ്വാസിയാണോ? അന്ധവിശ്വാസിയല്ല. അല്ല. നിങ്ങൾ എന്താണ് പേര്? തൽക്കാലം അബി എന്ന് പറയാം. അബി. ഓക്കെ, അബി ഏത് മതത്തിൽ നിന്നുള്ള ആളാണ്? ഹിന്ദു. ഹിന്ദു. ഇപ്പൊ വിശ്വാസിയാണോ? വിശ്വാസിയല്ല. ഇപ്പൊ വിശ്വാസിയല്ല. മതം വിട്ടൊന്നല്ല കേട്ടോ, വിശ്വാസമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഹിന്ദു മതത്തിലെ ഒരു അന്ധവിശ്വാസത്തിനൊരു ഉദാഹരണം പറയൂ. നിങ്ങൾ വിശ്വാസിയായി നടന്നിരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള? ഈ ജാതകമൊക്കെ തന്നെയാണ്. ജാതകം. ചൊവ്വാദോഷം ഇതൊക്കെ അന്ധവിശ്വാസമാണ് നിങ്ങൾക്ക് പണ്ടേ തോന്നിയിരുന്നു? തോന്നിയിരുന്നു. യെസ്. അപ്പോൾ ഹിന്ദുവിന് ഇവിടെ ഒരു മാർക്ക് കിട്ടുകയാണ്. എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലും വിശ്വാസമില്ല. ഇല്ല. അപ്പോൾ നിങ്ങൾ അതിനെ തള്ളി പറയും? തീർച്ചയായിട്ടും തള്ളി പറയും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഹിന്ദു 1, മുസ്ലിം 0. മുസ്ലിം വിളിച്ചിട്ടില്ല. മുസ്ലിം വിളിക്കാൻ നമുക്ക് നോക്കാം. മുസ്ലിം വിളിക്കാൻ പോകുന്നില്ലല്ലോ, അതാണുള്ള അവസ്ഥ. വിളിച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും ഹിന്ദു ഇവിടെ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ചിന്ത, നിങ്ങൾ എപ്പോഴെങ്കിലും വിശ്വാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു വിശ്വാസിയൊന്നും അല്ലാതായിട്ട് 10-24 വർഷമായി. ഇപ്പം എത്ര വയസ്സായി? 42 വയസ്സ്. ഓക്കെ, അപ്പോൾ 20 വയസ്സ് വരെ? ഒരു 18 വയസ്സ് വരെ ഒക്കെ ഒരു അമ്പലത്തിലൊക്കെ പോകും. എന്താ പറയേണ്ടത്, ഡൗട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ആണ്. നിങ്ങൾ ഏത് ഭക്തനായിരുന്നു? ഏത് മതഭക്തൻ, ഏത് ദൈവഭക്തനായിരുന്നു? ശ്രീകൃഷ്ണനാണോ? അങ്ങനെ വലിയ ഭക്തിയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, ഒരു ഭക്തി ഉണ്ടായിട്ടില്ല. കാര്യമായൊരു ഭക്തിയൊന്നും തോന്നിയിട്ടില്ല. എന്നാലും ഒരു ശിവൻ എന്ന് പറയുന്ന ഒരു ശിവനെ. ഓക്കെ, ശിവന്റെ ആളായിരുന്നു. അതിനോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് ഒരു ചെറിയ പ്രായത്തിലൊക്കെ. ആ പുകയൊക്കെ കാണുമ്പോൾ നമ്മുടെ യാമർചിത്രാദിയൊക്കെ വായിക്കുമല്ലോ, അങ്ങനെ. ശരി. അപ്പൊ ആ സമയത്ത് എന്റെ ക്ലാസ്സിലൊരു വിഷ്ണുവിന്റെ പക്ഷം പിടിക്കുന്ന ഒരു സഹപാഠി ഉണ്ടായിരുന്നു. ഞാൻ ശിവന്റെ പക്ഷം പിടിക്കുന്ന ഒരു ആളായിരുന്നു ആ സമയത്ത്. അതൊരു ഭക്തി എന്നുള്ള നിലക്കൊന്നും കാണണ്ട. അത് നമ്മള് എന്താ പറയുക. നിങ്ങൾക്ക് ഏതായാലും അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റി. ഹിന്ദു മതത്തിലെ ഒരു വിശ്വാസം. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഈ ജാതകത്തെ എതിർക്കുമ്പോൾ, നിങ്ങൾ ചുറ്റുപാടുള്ള മറ്റ് വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവരോട് അത് തിരുത്താൻ ശ്രമിക്കാറുണ്ടോ? അല്ലേ, അവർക്കറിയാം ഞാനൊരു സംഖ്യ കേട്ടോ. സംഖ്യയാണ്. അപ്പോൾ അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് ഹിന്ദു മതവിശ്വാസികൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലൊക്കെ കാണുമല്ലോ. ഇതൊക്കെ വിശ്വസിച്ച് ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് ജീവിതം കുട്ടിച്ചോറാക്കുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങൾ അവരോട് ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അവർ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കാറ്? തീർച്ചയായും പറഞ്ഞു വരുമ്പോ അവര് അതൊക്കെ ശരിയാണ് പക്ഷേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അല്ലാതെ ഇതേപോലെ ശാസ്ത്രീയമാണ് എന്നൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കാറില്ല? അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നൊന്നും പറയാറില്ല? അത് വളരെ ചുരുക്കം പേരെ മാത്രം അങ്ങനെ
തർക്കിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് എന്തേലും ആവട്ടെ എന്നുള്ള ഹോട്ടലാണ്. ഇനിയിപ്പോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഇതൊന്നും നോക്കാതെ വല്ലതും സംഭവിച്ചാൽ നാട്ടുകാരോട് ഇരുന്ന് പറയല്ലോ. ശരി ശരി, കണ്ടോ ജാതകം നോക്കാതെ കല്യാണം കഴിച്ചു, യോഗദോഷം ഉണ്ടായിരുന്നു, തട്ടിപ്പോയി, കണ്ടില്ലേ പെണ്ണ് വിധവിയായി, അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോ പിന്നീട് വിഷമാവുമല്ലോ. അന്ന് ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എന്റെ മകനിന്ന് ജീവിച്ചിരിക്കരുന്നു, അല്ലെങ്കിൽ എന്റെ മകളിന്ന് വിധവയാകില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമല്ലോ. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് പലരും. അപ്പൊ എന്തായാലും ആവട്ടെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ പറയണ്ടേ, പിന്നെ വിളിക്കാം. ശരി, ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ. യെസ്. ഹലോ. ഹലോ. ആരാണ്? പേര് പറയൂ. പേര് സന്തോഷ്. സന്തോഷ്. വിശ്വാസിയാ? അതെ. വിശ്വാസിയല്ല. വിശ്വാസിയല്ല? അല്ല. ഓക്കെ. ഞാനിപ്പോ എന്താ ചെയ്യാ? നിങ്ങളെന്നാ ഹിന്ദുമതല്ലേ? ആയിരുന്നില്ലേ? ഹിന്ദുമതം GSB എന്ന് പറയും, ഗോഡ സാരസ്വതി ബ്രാഹ്മൺ. ഓക്കെ, നമ്മളെ കൊങ്ങിണി. കൊങ്ങിണി. ഓ, മക്കത്തുജ്ജ ഇഷ്ടന്ത്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഈ നിങ്ങൾ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു അന്ധവിശ്വാസം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് പൂണൂൽ കല്യാണത്തിന്, എന്റെ ഒരു പൂണൂൽ കല്യാണം നടന്നിരുന്നു ചെറിയ പ്രായത്തിൽ. ആ സമയത്ത് ഈ ഇങ്ങനെ ഒരു അച്ചി വെക്കുന്ന സംഭവം ഉണ്ട്. അച്ചി? ഈ ഭയങ്കര അച്ചില്ല, ഒരു സീല് പോലെ വെക്കുന്ന നമ്മുടെ മേത്ത്. അങ്ങനെ ഒരു പൊള്ളിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഈ സ്വാമിയാർ ഇത് വെക്കുമ്പോ ഈ കനലിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളച്ചു നിൽക്കുക സംഭവം. അതെടുത്ത് നമ്മുടെ മേത്ത് ഇങ്ങനെ കുത്തുന്ന ഒരു പരിപാടി ഉണ്ട്, ഭയങ്കര വേദനയുണ്ട്. അപ്പൊ അത് പൂണൂൽ കല്യാണത്തിന്റെ സമയത്ത് ചെയ്യുന്നതാണ്. അത് ഭയങ്കര അന്ധവിശ്വാസമാണ്. ഭയങ്കര അന്ധവിശ്വാസമാണ്. അതിപ്പോ ഞാൻ ചെയ്യുമ്പോ തന്നെ ഞാൻ അന്ന് കൈക്ക് പിടിക്കാതെ എന്റെ മേത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട്. ഓ, അത് ശരി. അന്നേ ഞാനത് ഭയങ്കര വ്യത്യസ്തമായിരുന്നു ചെറിയ പ്രായത്തിൽ. അത് ശരി. ഇത് എന്റെ അപ്പം വിളിച്ചിട്ട് പോയപ്പോ പോയതാ. അപ്പോ പിന്നെ ഇതില് വേറെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ ശൂലം കുത്തുന്നത്. ഒരെണ്ണം പറഞ്ഞാൽ മതി, നമ്മൾ ഒരെണ്ണേ ചോദിച്ചിട്ടുള്ളൂ. ഒരെണ്ണം പറഞ്ഞാൽ തന്നെ നിങ്ങള് പാസ്സാണ്. അല്ല, ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, എന്തായാലും ഒരു 7-8 സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ മേത്തിങ്ങനെ സ്വാമിയാര് സീല് വെക്കും. അതിങ്ങനെ കുറെ പേര് ഇരുന്നിട്ട് ഈ ഒരു കനലിങ്ങനെ പൊള്ളിച്ചിങ്ങനെ നമ്മൾ വെക്കുന്നതാണ്. അന്ന് ഇത് 1-2 വെച്ചപ്പോ തന്നെ ഞാൻ മൂപ്പരെ കൈ കയറി പിടിച്ചോ, ഭയങ്കര പ്രശ്നമൊക്കെ ഏതാണ്. ഞാൻ പറഞ്ഞു എന്റെ മേത്ത് ഇങ്ങനെ പരിപാടിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യിച്ചു. അത് അസൽ അന്ധവിശ്വാസമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയിരുന്ന ഒരു വിശ്വാസിയായിരുന്നു. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾക്കൊരു കയ്യടി. ഓക്കെ, ഹിന്ദു അഗെയിൻസ്റ്റ് കോഡ് 2-0. ഓക്കെ, അപ്പൊ ഏതായാലും വിളിച്ചതിന് നന്ദി. താങ്ക് യു സർ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. ഞാൻ എന്ത് ചെയ്യാനാണ്, കോയമാര് വിളിക്കണ്ടേ? ഹലോ. ഹലോ. പറയൂ, പേരെന്താണ്? ജിതിൻ ആണ് എന്റെ പേര്. ജിതിൻ. വിശ്വാസിയാണോ? ഓ, ഞാൻ ആക്ച്വലി ഹിന്ദു മതത്തിലാണ് ജനിച്ചതും വളർന്നതൊക്കെയാണ്. ഇപ്പോ എന്റെ ഏത് മതത്തിലാ? ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ഇതിനു മുന്നേ ഞാൻ താങ്കൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല എത്ര സമയത്താണ് മെസ്സേജ് അയച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ വിശ്വാസിയാണോ? നമ്മളുടെ വിഷയം ആരാണ് അന്ധവിശ്വാസി എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വിശ്വാസിയായിട്ടാണോ ഇപ്പൊ ജീവിക്കുന്നത്? നോ. അല്ല, വിശ്വാസം. എനിക്ക് ഞാൻ വിശ്വാസിയല്ല. പിന്നെ ഞാൻ നിങ്ങളൊരു അന്ധവിശ്വാസം പറയും. ഹിന്ദു മതത്തിൽ നിങ്ങൾ കണ്ട ഒരു അന്ധവിശ്വാസം പറയും. അന്ധവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് എന്റെ അച്ഛൻ ആർമിയായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരുപാട് സ്ഥലത്തില് മീൻസ് എന്താ പറയാ, പല പല ഏരിയയിലായിരുന്നു. പെട്ടെന്ന് ബിക്കോസ് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാണ്, അതുകൊണ്ടാണ്. അത് നല്ല കാര്യം. ഡൗൺ ചെയ്യണോ? നിങ്ങൾ ഇന്റർനാഷണൽ കോൾ ആണല്ലോ, വെറുതെ കാശും കളയണ്ട, വേഗം പറഞ്ഞു. ഇല്ല, അത് കുഴപ്പമില്ല. കുഴപ്പമുണ്ട്, നമുക്ക് സമയം കുറവാണ്. സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കും ഹിന്ദു മതത്തിൽ ഇഷ്ടം പോലെ, നമ്മൾ നോർത്ത് ഇന്ത്യയിലെ പോയി ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരെണ്ണം പറയൂ, ഒരു ഉദാഹരണം പറയൂ. എനിക്ക് ഞാൻ കേട്ടത് ഉദാഹരണം ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഒരു മതമായിട്ട് പറയാനല്ല, പല രീതിയിലാണെങ്കിലും. സോറി, ഞാൻ എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഹിന്ദു മതത്തില് പറഞ്ഞാല് ഞാൻ അത്ര ഇതെല്ലാം എനിക്ക് എക്സാക്ട് അറിയില്ല. എന്നാലും ഞാൻ പറയാണ്, മേ ബി കാസ്റ്റ് സിസ്റ്റം
കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, അതൊരു അന്ധവിശ്വാസം, അതൊരു ആചാരമായിട്ട് നമ്മൾ കാണുന്നില്ല, അതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഞാനൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ് ഞാൻ ചോദിക്കുന്നത്. 10, 9, 8, 7. എനിക്കറിയാം, ഒരുപാട് എനിക്കറിയാം. അമ്പലത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് അന്ധവിശ്വാസത്തിന്റെ ഭാഗങ്ങളാണ്. അമ്പലം തന്നെ അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ പറയുന്നത്? അമ്പലം അന്ധവിശ്വാസം ബിക്കോസ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് ബിക്കോസ് എനിക്ക് ലൈക്ക് എന്താ പറയുക, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, മോസ്കിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് സംടൈംസ് ലൈക്ക് ഓഫീസിലൊക്കെ ഫ്രസ്ട്രേഷനുള്ള സമയത്ത് ജസ്റ്റ് നമ്മളവിടെ പോയിരിക്കും. നിങ്ങൾ പറഞ്ഞു തന്ന അന്ധവിശ്വാസമൊന്നും ഇല്ലേ അപ്പൊ ഹിന്ദു മതത്തിൽ? ഒബ്വിയസ്ലി ഉണ്ട്, ഒരുപാടുണ്ട്. ഒരെണ്ണം പറയൂ, അതാ ഞാൻ ചോദിക്കണേ. ഒരവസരം കൂടി തരാം. യുവർ ടൈം ഈസ് റണ്ണിങ്. വേഗം പറയൂ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടത്. കോൺ ബനേഗ അന്ധവിശ്വാസി. ഇല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളെ നാറ്റിക്കും, അതാണ് ഉണ്ടാവാൻ പോണേ. ഒരു അന്ധവിശ്വാസം പറയൂ. അന്ധവിശ്വാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്കധികം കൂടുതൽ ഞാൻ അധികം ഇതുകളെ അമ്പലത്തിൽ പോകാറില്ലാത്ത ആളാണ്. എനിക്കറിയാം. ഓക്കെ, ഞാൻ പറയാം. എന്താ പറയാ, ഈ പീരിയഡ്സ് ആവുന്ന സമയത്ത് ആൾക്കാർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല. ഏതാണ്? മീൻസ് ഗേൾസിന് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് പീരിയഡ്സിന്റെ സമയത്ത്. അത് വളരെ കറക്റ്റ്. ഓക്കെ, നിങ്ങൾ ഹിന്ദുവിന്റെ മാനം രക്ഷിച്ചു. ഇത് വളരെ മികച്ച കാര്യമാണ്. ഇത് വളരെ മികച്ച ഒരു അന്ധവിശ്വാസമാണ്. ഡോണ്ട് വറി. ഓക്കെ, സോ യു സേവ്ഡ് ഹിന്ദുസ്. അപ്പോൾ അത് ഹിന്ദു വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹിന്ദു അഗെയിൻസ്റ്റ് കോഡ് 3-0. കാക്കാമാർ നാണമില്ലേ? അപ്പോൾ ഏതായാലും വിളിച്ചതിന് നന്ദി. താങ്ക് യു. യെസ്, കമൻറ്റ് ബോക്സിൽ കുരു പൊട്ടിക്കുന്ന കാക്കാമാർ അന്ധവിശ്വാസികളാണ് എന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കേട്ടോ നമ്മളിവിടെ പോവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൈനസ് മാർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യെസ്, വിളിച്ചിരുന്നു അല്ലേ? പറയൂ. ഗുഡ് ഈവനിങ്. പേരെന്താണ്? അന്ധവിശ്വാസിയാണോ? അന്ധവിശ്വാസിയാണോ എന്ന് വെച്ചാൽ അല്ല. നിങ്ങൾ ഏത് വിശ്വാസിയാണ്? ജനിച്ചത് ഹിന്ദു മതത്തിലാണ് സർ. വളർന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എവിടെ, ഏത് മതത്തിലാണ്? ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ ഏത് മതത്തിലാണ്? ഇപ്പം അങ്ങനെ മതം എന്നൊരു കോൺസെപ്റ്റില് ഇല്ല എനിക്ക്. ഞാനിപ്പോ അങ്ങനെ ആ ഒരു ചിന്തയിലല്ല. ശരി, അപ്പൊ നിങ്ങൾ ഹിന്ദു മതത്തിൽ ഒരു അന്ധവിശ്വാസം പറയൂ, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു അന്ധവിശ്വാസം. എന്താ പറയാ, പറഞ്ഞോളൂ. ഇത് എന്താ പറയാ സാർ, ആക്ച്വലി ഞാൻ സാർ വിളിച്ചപ്പോ ആകെപ്പാട് ഞാൻ വിളിക്കുന്നു വിചാരിച്ചില്ല. ഞാനിവിടെ മോന്റെ അടുത്ത് പറയായിരുന്നു, ഞാനിങ്ങനെ വിളിച്ച് റിംഗ് ആവുന്നുണ്ട്, തിരിച്ചു വിളിക്കും തോന്നുന്നു, തമാശ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് കോള് വന്നു. അതെ, ഡിങ്കൻ അങ്ങനെയാണ്, വളരെ കരുണാമയനും കരുണാനിധിയുമാണ്, തിരിച്ചു വിളിച്ചെന്നൊക്കെ വരും. അപ്പൊ പറയൂ, ഹിന്ദു മതത്തിലെ ഒരു അന്ധവിശ്വാസം ഒരെണ്ണം പറയൂ, നിങ്ങൾ ഹിന്ദുവിന്റെ മാനം രക്ഷിക്കൂ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ എന്താ പറയാ, നമ്മളിപ്പോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സിന്റെ സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന പൂജാമുറിയിൽ കയറാൻ പാടില്ല, അങ്ങനെ പറയാറില്ലേ. അത് എനിക്ക് അത് അത്ര എന്താ പറയാ, അതെന്താന്ന് എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനെന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കായിരുന്നു. ഐ മീൻ സാർ, എനിക്ക് ഇപ്പൊ കുറച്ച് ജസ്റ്റ് ബിഫോർ സാർ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരു അന്ധവിശ്വാസം, ഇപ്പൊ സാർ ചേലാകരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അത് സയന്റിഫിക്കലി എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ എന്തെങ്കിലും അത് നമ്മളല്ല പറയുന്നത്, അത് വിശ്വാസികളാ പറയുന്നത്. ഓക്കെ, വിശ്വാസികളാണോ അങ്ങനെ പറയുന്നത്? അപ്പൊ അല്ല, സയന്റിഫിക്കലി നമ്മൾ അങ്ങനെ അത് പ്രൂവ് ചെയ്യാണ്, അങ്ങനെ അത് ചെയ്യാൻ അത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും, ഐ മീൻ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് എന്തെങ്കിലും മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ഇപ്പൊ നമ്മള് അസുഖങ്ങൾ ഇന്നത് ചെയ്താൽ നമുക്ക് അസുഖം വരും, നമ്മളെ ഹെൽത്ത് മോശമാവെന്ന് പറയുമ്പോൾ നമ്മൾ മാറി നിൽക്കില്ലേ? അതുപോലെ സർ, ആക്ച്വലി ഞാൻ എന്താ പറയാ, ഞാൻ വിശ്വാസി ആണോ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില സമയത്ത് സംശയം വരും. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ പക്ക
അവിശ്വാസിയാണെന്ന് വിചാരിക്കും. ചില സമയം ഞാൻ വിചാരിക്കും അല്ല എനിക്ക് എന്തോ കുറച്ച് ചെറിയ വിശ്വാസം എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടിയാണ് ഞാൻ പോകുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എന്തായാലും മുഴുവനായിട്ട് വിട്ടിട്ടില്ല? മുഴുവനായിട്ട് വിട്ടിട്ടില്ല എന്ന് വെച്ചാല് കുറച്ച് സ്പിരിച്വൽ ആണെന്ന് പറയാം. പക്ഷെ ഞാൻ അങ്ങനെ അല്ലാതെ ഞാൻ അങ്ങനെ എന്താ പറയാ മതം വേറൊരു കാര്യം. സോറി, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൂ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മള് ഇപ്പൊ കുറച്ച് നാള് മുന്നേ നമുക്കൊരു ഇതുണ്ടായല്ലോ, നമ്മുടെ എന്താ പറയാ അഹിന്ദുക്കളെ അമ്പലത്തിൽ കേട്ടില്ല എന്നുള്ള ഒരു രീതി വന്നു. അതിനോട് എനിക്ക് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാര്യത്തോടും അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല സാർ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ സാറിന്റെ ഞാൻ ജനിച്ചതും 10-20 വർഷം ജീവിച്ചതും കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ കേരളത്തില്. അപ്പോ എനിക്ക് എന്താ പറയാ കുറച്ച് പേഴ്സണൽ ബേസിക്കലി ഞാനൊരു അധ്യാപികയാണ്. അപ്പോ ഞാൻ കേരളത്തിന് വെളിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് സാറ് പറയുന്ന പോലെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം, ഇന്ന് സമയമില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അന്ന് വിളിച്ചത്. മനസ്സിലായി. നമുക്ക് വേറെ ദിവസം വിളിക്കാം. അപ്പൊ ഏതായാലും നിങ്ങൾ ഹിന്ദുവിന്റെ മാനം രക്ഷിച്ചിരിക്കുകയാണ്. അന്ധവിശ്വാസത്തിലും പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്ന പാതിവന്ത വിശ്വാസി. ഓക്കെ, അപ്പൊ 4 പോയിന്റ് നേടിക്കൊണ്ട് ഹിന്ദുമതം ഇവിടെ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കമന്റ് ബോക്സിൽ കോയമാർ ഇവിടെ കുരുപൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, നാണമില്ലേ കോയമാരെ? മോശം 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 എന്ന് പറഞ്ഞാൽ മോശം മോശം മോശം. യെസ്, അടുത്ത ആള്. ഹലോ. ആരാണ്? പറയൂ. അന്ധവിശ്വാസിയാണോ? താല്പര്യപ്പെടുന്നില്ല. അന്ധവിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണ്. അന്ധവിശ്വാസങ്ങളോട് എതിരുമാണ്. ഓക്കെ, ഏത് ദൈവത്തിലെയാണ്, മീൻസ് ഏത് മതത്തിലെയാണ് നിങ്ങൾ? സനാതന ധർമ്മമാണ്? ഓ, ബൈ ബർത്ത് ഹിന്ദുവാണ്. ഓക്കെ, ദൈവവിശ്വാസം തന്നെയാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ ആത്യന്തികമായിട്ട് നമ്മളെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ദൈവവിശ്വാസം. അതായിക്കോട്ടെ, നിങ്ങൾ ഹിന്ദു മതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അന്ധവിശ്വാസത്തിന് ഒരു ഉദാഹരണം പറയൂ. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു വൈത്തീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഒരു താളിയോല മറിച്ച് നോക്കിയിട്ട് അസ്ട്രോളജിയുടെ തന്നെ ഒരു ഫോം ഓഫ് അസ്ട്രോളജി. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ താളിയോല കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ കിട്ടുന്നാണ് പറയുന്നത്. നമുക്ക് പരിചയമുള്ള കുറെ പേര് ഇത് പോയതും പരിചയമുള്ള ഒരാള് അവിടെ പോയി ഇങ്ങനെ ഒരു പ്രശ്നം ഭാവി കണ്ടിട്ട് പുള്ളി ഭ്രാന്ത് പിടിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്തോണ്ടല്ല അതിനും അപ്പുറത്തെ സ്ഥാനത്തിലോട്ട് പോകുന്നത്. അപ്പൊ ഇതൊരു നോർമൽ വിശ്വാസിക്ക് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ടൈപ്പ് ഒരു അന്ധവിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് അന്ധവിശ്വാസമായത്. ഓക്കെ, ഇനി മറ്റുള്ള ഇപ്പൊ സാധാരണ ഹിന്ദുക്കളൊക്കെ ചെയ്യുന്ന, ഇപ്പൊ ഇത് നിങ്ങൾ പറയുമ്പോൾ വളരെ ഒരു നീഷ് ഏരിയ ആണല്ലോ. ഓക്കെ, കൊടൂര അന്ധവിശ്വാസികളൊക്കെ ചെയ്യുന്ന, എന്താ പറയാ, ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ്. ഓക്കെ, എന്താ പറഞ്ഞേ? പല ആൾക്കാർ ഇങ്ങനെ പോകുന്നതായിട്ട്. അത് ഞാൻ നോട്ട് ചെയ്യുന്നു. നിങ്ങൾ ഏതായാലും മാനം രക്ഷിച്ചിട്ടുണ്ട്, പോയിന്റ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി കോമൺ ആയിട്ടുള്ള, നിങ്ങളൊരു വലിയ വിശ്വാസിയാണെന്നാണല്ലോ പറഞ്ഞത്, ഒരു കോമൺ ആയിട്ട് നിത്യജീവിതത്തിൽ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളൊക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു അന്ധവിശ്വാസം ഏതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഇവരിപ്പോ ഓൾറെഡി വിളിച്ച ആൾക്കാരെന്നെ പറഞ്ഞു പോയ സംഭവങ്ങൾ തന്നെയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി അതല്ലാതെ എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ള എന്തെങ്കിലും ഉണ്ടോ നിത്യജീവിതത്തിൽ അന്ധവിശ്വാസം? ഒരു അബ്നോർമൽ ആയിട്ടുള്ള എന്ത് പരിപാടി, അത് പ്രാർത്ഥനയുടെ കൂടുതലാണെങ്കിൽ പോലും അബ്നോർമൽ ആണെന്നുള്ളൊരു വിശ്വാസം എനിക്ക് നമ്മളുടെ ഉള്ളിൽ മാത്രം നിൽക്കേണ്ട ഒരു സംഭവമാണ് ഞാൻ പൊതുവെ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുന്ന ഒരു പോയിന്റ് കൊണ്ട് ഞാൻ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. അതായത് നമ്മളിപ്പോ ഒരു പെയിൻ കില്ലർ കഴിക്കാതിരിക്കാം. പെയിൻ കില്ലർ കഴിച്ചാൽ ആത്യന്തികമായിട്ട് അതിനെ കവറപ്പ് ചെയ്യുക തന്നെ. ശരിക്കും നമുക്ക് ആ സമയത്ത് നമ്മളുടെ ആ ഒരു ഇതൊന്ന് കുറയ്ക്കുന്നത് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ആൾക്കാരിൽ സ്ട്രെസ് വരുമ്പോൾ അതിനെ ഒരു റെഫ്യൂജ് നേടാൻ പല രീതിയിൽ ചിന്തിക്കുന്നു. അതിലൊന്നായിട്ട് പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ വേറെ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, നമ്മുടെ ഉള്ളിൽ മാത്രമാണ്. പക്ഷെ പെയിൻ കില്ലർ അതിനകത്ത് ഒരു മോളിക്യൂൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ പെയിൻ കുറയുന്നത്? അതെ, ആത്യന്തികമായിട്ട് ആ കോസിനെ അല്ലല്ലോ അത് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ കോസിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം ഒരു അമലിയേഷൻ, ഒരു ടെമ്പററി ഒരു റിലീഫ് എന്നുള്ള രീതിയിലാണ് പലരും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. എങ്ങനെ? അതായത് ആൾക്കാർ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സമാധാനം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ടെമ്പററി റിലീഫ്, അത്രേ ഉള്ളൂ.
അപ്പൊ പെർമനന്റ് സൊല്യൂഷന് എന്ത് വേണം? പ്രാർത്ഥന അല്ലാതെ ഞാൻ ചിന്തിക്കുന്ന മറ്റേ നമുക്ക് ഓൾറെഡി ഇതിന് മുന്നേ ഉള്ള ആൾക്കാര്, നോർമൽ ആൾക്കാർക്ക് അത്ര മെന്റൽ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സൃഷ്ടിച്ചേക്കുന്ന ഒരു സംഭവമാണ് ദൈവം തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ പെർമനന്റ് സൊല്യൂഷൻ, ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലത്തിന് പെർമനന്റ് സൊല്യൂഷന് എന്താ വഴി? പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പുഷ് എന്നല്ലേ, ഒരു ഉത്തേജകം വരുന്നുള്ള പോലെ നമുക്ക് കൺസിഡർ ചെയ്യാന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഞങ്ങള് പുലിയാണല്ലോ. അല്ല, അതാണ് സത്യം എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഒരു വിശ്വാസി, പ്രാർത്ഥിക്കുന്ന വിശ്വാസി പറയാണ് ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഇത് ശരിക്കും 2 മാർക്ക് കൊടുക്കണം. യെസ്, ഇത് 2 മാർക്ക് കൊടുക്കണ്ടേ? വേണ്ടേ? തൽക്കാലം 1 കൊടുക്കാനുള്ള പ്രൊവിഷനുള്ളൂ, അതുകൊണ്ട് തൽക്കാലം 5 ഇട്ടിരിക്കുന്നു. ഇരിക്കട്ടെ. ഒരു ഏതായാലും നിങ്ങൾ ഈ ക്രിട്ടിക്കലായിട്ട് നിങ്ങളുടെ വിശ്വാസത്തെ അസസ് ചെയ്ത് പോകുന്ന പോക്ക് അത് തുടരുക. ഇത് ഞാൻ പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസിയാക്കണം എന്നുള്ളതിൻ്റെ പേരിലോ അല്ല. ഇത് നമ്മളുടെ ഈ മുസ്ലിം ഈ വിഭാഗത്തിന്, ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ല, ആത്യന്തികമായിട്ട് ഏത് വിശ്വാസമാണെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് ഹാം ചെയ്യുന്നില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നെങ്കിൽ എന്താ കുഴപ്പം? എങ്ങനെ? ആത്യന്തികമായിട്ട് മറ്റൊരു പേഴ്സണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നു, നമ്മൾ വേറെ ഒന്നിനെയും ചെയ്യുന്നില്ല, നമ്മളുടെ മനസ്സിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് ആരും അറിയത്ത് പോലും ഇല്ല. ഈ പറഞ്ഞ പോലെ സൂപ്പർമാനും സ്പൈഡർമാനും ഒരു ടെമ്പററി സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ അതിനെ കാണുന്നുള്ളൂ. നമുക്കൊരു എയ്ഡ് എന്നുള്ള നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ട, അല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്ന കാര്യം നടക്കും. അടിപൊളി, കൊള്ളാം. ഏതായാലും നിങ്ങൾ ആൾ മിടുക്കനാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള നമ്മളുടെ കോയമാർക്കും ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഡിങ്കനോട് പ്രാർത്ഥിക്കാം. ആമീൻ. പൂമീൻ. ഓക്കെ, ശരി, കൊള്ളാം. അതൊരു വെറൈറ്റി ആയിരുന്നു. ഹലോ. ഹലോ. യെസ്, പറയൂ. അന്ധവിശ്വാസിയാണോ? നമസ്കാരം. നമസ്കാരം. അന്ധവിശ്വാസി അല്ല. പേര്? ഹിന്ദുക്കൾക്ക് മാത്രമേ പോയിന്റ് കിട്ടുന്നുള്ളൂ. അപ്പോ അതിന്റെ പേര് അനൂപ് എന്നാണ്. അനൂപ് ഹിന്ദു ആയിരുന്നു. ഹിന്ദു ആയിരുന്നു എന്നുവെച്ചാ ഇപ്പൊ ആരാണ്? ഇപ്പൊ ഒരു എത്തീസ്റ്റ് ആണ്. ഏത്തീസ്റ്റ് ആണ്. ഓക്കെ, ഓ ശരി. അപ്പൊ ഹിന്ദു ആയിരുന്നപ്പോൾ, ഏത്തീസ്റ്റുകളോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, എന്നാലും നിങ്ങൾ ഹിന്ദു ആയിരുന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു അന്ധവിശ്വാസം പറയും. ആയിരുന്നപ്പോൾ അതിനേക്കാൾ ഇപ്പോഴും നിലവിലും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ആഴ്ച തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജാതി മതഭേദമന്യേ എല്ലാവരും പൊട്ടിക്കും പടക്കം. അത് അതെ, പടക്കം. അത് ഇപ്പൊ വിഷുവിന്റെ അന്നൊക്കെ ആണെങ്കിൽ പുലർച്ചെ ഒരു 2 മണി 3 മണി തൊട്ടിട്ടേ തുടങ്ങും. അപ്പൊ ആ ദിവസങ്ങളിൽ അടുത്ത വിഷുവിന് നാട് വിടണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾ വിശ്വാസി ആയിരുന്ന സമയത്ത് പടക്കം പൊട്ടിച്ചിരുന്നോ? പടക്കം പൊട്ടിച്ചിരുന്നു. അതിലൊരു കുറ്റബോധം ഉണ്ട്. കുറ്റബോധമുള്ള വിശ്വാസിയായിരുന്നു അന്ന്? അന്നും കുറ്റബോധം ഉണ്ടായിരുന്നോ? അന്ന് കുറ്റബോധം ഒന്നും ഉണ്ടാവില്ലല്ലോ, ചെറിയ കുട്ടികളായിരുന്നില്ലേ. ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ എത്ര വയസ്സുള്ളപ്പോഴാണ് നിങ്ങൾ ഈ ഒരു മാറ്റം പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവും? എങ്ങനെ? ഒരു പോയിന്റൂടെ ഞാൻ ഹിന്ദുവിന് കൂട്ടി കൊടുത്താൽ കുഴപ്പമുണ്ടാവും? ഇതൊന്ന് ക്ലിയർ ചെയ്യൂ. അതായത് നിങ്ങൾ എത്ര വയസ്സിലാണ് ഈ ഏത്തീസ്റ്റ് ആവുന്നത്? ഞാനൊരു 10 വർഷമായിട്ടുണ്ടാവും. 20ാമത്തെ വയസ്സിൽ. 20ാമത്തെയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ വിശ്വാസി ആയിരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു അന്ധവിശ്വാസം എന്താണ്? ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ളത്? ഓക്കെ, പ്രധാനമായിട്ടും ജാതകം തന്നെയായിരിക്കും. ജാതകം തന്നെയാണ്. ജാതകം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പക്ഷേ പോയിന്റ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അതാണ് തോന്നിയിരുന്നത് നിങ്ങൾ പറയുന്നത്. പൂരങ്ങൾ, എനിക്ക് ആനയെ എഴുന്നള്ളിപ്പിക്കുന്നതിനോട് അന്നും ഇന്നും എതിർപ്പുണ്ടായി. യെസ്, അതൊരു അന്ധവിശ്വാസമായിട്ട്, ഒരു അനാചാരമായിട്ടാണോ നിങ്ങൾ തോന്നിയിരുന്നത്? അനാചാരമായിട്ടാണ് അത് പ്രധാനമായിട്ടും തോന്നിയിരുന്നത്. അന്ധവിശ്വാസം അതിലുണ്ട്. യെസ്, പൂരവും കടന്നു വന്നിരിക്കുകയാണ്. താങ്ക് യു, അതൊരു മികച്ച പോയിന്റാണ്. നിങ്ങൾ എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു, അതും കൂടി ഒന്ന് പറഞ്ഞോളൂ. 6 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അത് ഈ പോയിന്റ് തന്നെയായിരുന്നു. ഞാൻ പൂരത്തിനെ പറ്റി തന്നെയായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. ഞാനിനെ എഴുന്നള്ളിക്കുന്നത് ഒരു ബോംബ് വെച്ച് ചെയ്യുന്ന പോലെ. പ്രത്യേകിച്ച് ഞാൻ തൃശ്ശൂരിനാണ്. അപ്പൊ നമുക്ക് ആ സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂരം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ട്രാഫിക് മെയിൻ പ്രശ്നമാണ്. നമ്മള് എന്തെങ്കിലും അത്യാവശ്യത്തിനൊരു ജോലിക്കോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തായിരിക്കാം നമുക്ക് ചിലപ്പോൾ പൂരത്തിന്റെ ഇതായിട്ടുള്ള ബ്ലോക്ക് കിട്ടുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ. അപ്പൊ നമ്മളൊരു ഫോൺ അടിച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മളെ അടിക്കും, അല്ലെങ്കിൽ തിരിച്ച് വല്ല വിളിയും കേൾക്കും എന്നുള്ളതാണ് നമ്മുടെ. നിങ്ങൾ ഏത് നാട്ടിലാണ്? വരെ അതിന് കാവലാ നിൽക്കുക. തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെ. ഓ, അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്നാണ് ഈ സംസാരിക്കണേ. അതെ അതെ. സുരേഷ് ഗോപി കേക്കണ്ടട്ടാ.
അങ്ങനൊരു ഇതുണ്ടായി. ഒരു പൂശും ചങ്ങാതി, അറിയാലോ. അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ വിളിച്ചാൽ സന്തോഷമുണ്ട്. സന്തോഷം. യെസ്, ഏതായാലും ഹിന്ദുവിന്റെ മാനം നിങ്ങൾ രക്ഷിച്ചു. ഓക്കെ, അതെ, നമ്മൾ മീറ്റ് ചെയ്തിരുന്നു ഇരിഞ്ഞാലക്കുടയിലെ മീറ്റിംഗിൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച്. ഓ ഓക്കെ, ശരി. ഓക്കെ ബൈ. താങ്ക് യു. ഓക്കെ, യെസ്, അതാണ്. ഹലോ. യെസ്, അന്ധവിശ്വാസിയാണോ? അന്ധവിശ്വാസിയല്ല. അല്ല, കളഞ്ഞു. പറയൂ, ഏത് വിശ്വാസിയാണ്? ഹിന്ദുവാണ്. ഇപ്പോഴും വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. ഇല്ല, ഇങ്ങനെ അങ്ങ് പോകുന്നു. ചെറിയ വിശ്വാസം. അപ്പൊ നിങ്ങൾ ഹിന്ദു മതത്തിലെ ഒരു അന്ധവിശ്വാസം പറയൂ, ഒരു ഉദാഹരണം. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹിന്ദു മതത്തില് അന്ധവിശ്വാസത്തെ കുറിച്ച് പറയാൻ അത് ഞാൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെ വിളിച്ചു, അതുകൊണ്ടാ. അത് പറഞ്ഞാല് നമ്മുടെ ഹിന്ദുക്കളിൽ ഒത്തിരി വ്രതങ്ങളുണ്ട്. അപ്പൊ തിങ്കളാഴ്ച വ്രതമാണേലും എന്ത് വ്രതമാണേലും ഭർത്താവിന് വേണ്ടിയാണേലും മക്കൾക്ക് വേണ്ടിയാണേലും എല്ലാം സ്ത്രീകളാണ് എടുക്കുക. അപ്പൊ ഞാൻ വിചാരിക്കും, അപ്പൊ എന്താ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ ആയുസ്സും ആരോഗ്യ ഐശ്വര്യം ഒന്നും വേണ്ടേന്ന് ഞാൻ ഓർക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ആണുങ്ങൾ ശരിക്കും അവര് വ്രതം എടുക്കുന്നത് ശബരിമല പോകാനും പിന്നെ ഇപ്പം വരുന്ന കർക്കിടവാവിനൊക്കെയാണ് സാധാരണ അവര് വ്രതം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അവര് വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ശബരിമലയ്ക്ക് പോകാനാണെങ്കിൽ ഇപ്പോ ആണുങ്ങൾ ഒരു 5 മണിക്ക് എണീറ്റ് കുളിച്ച് ശരണം വിളിക്കണമെങ്കിൽ ഇപ്പൊ സ്ത്രീകൾ ഒരു 3 മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീടെല്ലാം തുടച്ച് വിളക്ക് വെച്ച് എല്ലാം ചെയ്ത് ചായ ആക്കുമ്പോഴാണ് ആണുങ്ങൾ എഴുന്നേറ്റ് വന്ന് കുളിച്ചിട്ട് അവര് കുളിച്ചു വന്ന് ശരണം വിളിച്ച് വരുമ്പോഴത്തേക്കും ചായയും കൊടുക്കും. കേരള മറ്റേ എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. യെസ്, അങ്ങനെ തന്നെയാണ് ഭൂരിഭാഗം ഞാൻ കണ്ടു. പിന്നെയും കുറച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ കല്യാണം കഴിച്ചു പോയ കുട്ടികൾ അത്രയും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഒരു സംശയം ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്ന സമയത്ത് ഇതൊന്നും അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹിന്ദുത്വവാദികളൊക്കെ ഇവിടെ വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഇനിയിപ്പോ അങ്ങനെ പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാരും ഉള്ളിൽ ഇതൊക്കെ ശരിയാന്ന് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എനിക്ക് അങ്ങനെ ഹിന്ദുവിന്റെ മാനം രക്ഷിച്ചിരിക്കുകയാണ്. ഉണ്ടല്ലോ, ഞാൻ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. എനിക്ക് വിളിക്കുന്ന ഭയങ്കര മനസ്സിലായി. ഇപ്പൊ സന്തോഷായി. ഓ അപ്പൊ ഏതായാലും നിങ്ങൾ അന്ധവിശ്വാസങ്ങളെ എപ്പോഴും ചൂണ്ടിക്കാണിക്കുക, അത് തുറന്ന് പറയുക. അത് മറ്റുള്ള വിശ്വാസികൾക്കും അതൊരു പാഠമാകണം. അന്ധവിശ്വാസത്തെ തള്ളിക്കളയുന്ന കാര്യത്തിൽ അത് ചേലാക്രമമായാലും തള്ളിക്കളഞ്ഞേ പറ്റൂ, അന്ധവിശ്വാസമായാലും. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസി ആവാതിരിക്കാതൊക്കെ വേറെ വിഷയം. പക്ഷേ അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അത് നമ്മൾ എതിർത്തേ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക് യു. കോയമാർ ടു ബാഡ്. അയ്യയ്യേ, മോശം 0 മാർക്കാണ്. ഹലോ. നിങ്ങള് പിന്നെ ഹിന്ദുക്കൾക്ക് കുറെ വോട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഏതാ മതം? നിങ്ങളെ പേരെന്താണ്? മതവും പേരിലൊന്നും മനുഷ്യൻ എന്നാ വെച്ചിട്ട് പോ. ഇവിടെ ഹിന്ദു വേഴ്സസ് മുസ്ലിം ആണ് നടക്കുന്നത്. നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ? അല്ല, ഞാൻ മനുഷ്യനാണ്. പക്ഷെ മനുഷ്യന്മാർക്ക് ഇവിടെ ഇപ്പൊ എൻട്രി ഇല്ല. ഇവിടെ അന്ധവിശ്വാസത്തെ തള്ളിപ്പറയാൻ തയ്യാറായ ഹിന്ദുക്കളോ മുസ്ലിമാണെങ്കിൽ വിളിക്കാം. ബാക്കിയുള്ളതൊന്നും ഇവിടെ സമയമില്ല ഇപ്പൊ. അല്ല, അന്ധവിശ്വാസത്തെ തള്ളിപ്പറയാൻ തന്നെ വിളിക്കുന്നത്. അത് ഏതാ വിശ്വാസം എന്ന് പറയും നിങ്ങൾ? ഏത് മതത്തിലാണെന്ന് പറയും? അത് എല്ലാ മതത്തിലെ അല്ല, ഹിന്ദുവിലെയോ ഇസ്ലാമിലെയോ ഏതാന്ന് പറയും? ഇസ്ലാമിലെ, ഹിന്ദുവിലെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നാ ഹിന്ദുവിലെ പറയും, വേഗം പറയും, സമയം കളയണ്ട. അത് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഒന്നാമത്തേത്, ഹിന്ദുയിസത്തില് എല്ലാവരും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുന്നതാണ്, എല്ലാം കഥാപാത്രങ്ങളാണ്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. മറ്റേതിൽ എന്ന് പറയുന്നത് ദൈവം നേരിട്ടിറക്കിയ ഗ്രന്ഥം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. ഇതല്ലല്ലോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം. നിങ്ങൾ ഹിന്ദു മതത്തിലെ അന്ധവിശ്വാസം ഒരു ഉദാഹരണം പറയും. ഹിന്ദു മതത്തിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ എഴുതപ്പെട്ട ദൈവങ്ങളെ ആരാധിക്കുക എന്ന് പറയുന്നത് എന്നെ അന്ധവിശ്വാസം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഹിന്ദു മതം അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ്? അല്ല, ഹിന്ദു അല്ല. ഹിന്ദു ആയിരുന്നോ? ആയിരുന്നു. എത്ര നാളായി വിട്ടിട്ട്? എനിക്ക് ഓർമ്മ വരുമ്പോ മുതലേ ഒന്നാമത് നമുക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു 12-13 വയസ്സ്. അപ്പോൾ അത് കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ ബാക്കി ഇതേപോലെ നിങ്ങൾ ചിന്തിച്ച പോലെ മറ്റു മതങ്ങളിലെ ആൾക്ക് ചിന്തിക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടെ നിങ്ങൾ മനുഷ്യനാണോ അല്ലയോ എന്നുള്ളതൊന്നും പ്രൂവ് ചെയ്യലൊന്നും അല്ല നമ്മുടെ ആവശ്യം. നമ്മൾ മനുഷ്യൻ തന്നെയാണ്. എല്ലാവരും മനുഷ്യരല്ല. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു. ഓക്കെ, താങ്ക് യു.
കോയമാരൊന്നും വിളിക്കണല്ലോ. ഹലോ. ഹലോ. യെസ്, പറയൂ. അന്ധവിശ്വാസിയാണോ? അന്ധവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അന്ധവിശ്വാസികളല്ലേ ബ്രോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലേ. നിങ്ങൾ ഏത് അന്ധവിശ്വാസിയാണ്? ഏത് ദൈവമാണ്? ഹിന്ദു ദൈവം. അതായത് നിങ്ങള് തലത്തിൽ നോക്കിക്കാണുന്ന ഹിന്ദുവാണ്. വോയിസ് ബ്രേക്ക് ഒന്നുകൂടി പറയൂ. അല്ല, കട്ട അന്ധവിശ്വാസിയാണെന്ന് പറഞ്ഞതാ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് നല്ലൊരു അന്ധവിശ്വാസിയാണ്. പക്ഷെ അല്ല, ഞാനൊരു കാര്യം വെച്ചിട്ടേ ബ്രോ, ഇപ്പം ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഹിന്ദു അല്ല, അല്ലെങ്കിൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ തെറ്റിപ്പോയി, ഈ ഇസ്ലാമോ ക്രിസ്ത്യാനോ സെമിറ്റിക് മതങ്ങളല്ല ഏറ്റവും വലിയ അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്നത്. അത് ഞങ്ങളുടെ ഹിന്ദു മതം തന്നെ. തീർച്ചയായിട്ടും. അതായത് എനിക്ക് തോന്നുവാണെങ്കിൽ ഇത് അതിപുരാതനമായി ഈ സെമിറ്റിക് മതങ്ങളെക്കാൾ ഒരുപാട് പഴക്കം ചെന്ന ഒരു മതം അല്ലെങ്കിൽ ഒരു സങ്കല്പം ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള അത്രയും പേക്കൂത്തുകൾ വേറെ ആരും വെച്ച് പുലർത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും താഴേക്കളിലുള്ള പല പല അനാചാരങ്ങൾ പല ഘട്ടങ്ങളിലായി പല സമുദായത്തിൽ കാണാം. അതെ, അതുകൊണ്ട് തന്നെയാണ് നിന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ എടുക്കാൻ. ഇസ്ലാമിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഇസ്ലാമിലാണെന്നല്ല, പക്ഷെ അവരിപ്പോഴും ആ അന്ധവിശ്വാസങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വ്യത്യാസം. അതായത് ഹിന്ദു മതത്തിൽ 1000 അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ ഒരു 100 ഉണ്ട്. ഓക്കെ, പക്ഷേ ഇസ്ലാമിൽ ഈ 100 കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഹിന്ദു ഈ 1000 ഒരു 500 കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുള്ളൂ. അത്ര വ്യത്യാസമുള്ളൂ. ഇവര് 100 വെച്ചുപെടുത്തുന്നു, നമ്മള് 1000 500 ആ ലെവലിലേക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. യെസ്, അതിനെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ക്രിസ്ത്യാനിറ്റി എടുക്കാഞ്ഞത്. കാരണം അവരാകെ 100-150 ഉള്ളൂ. അത് അവർ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണമെന്നില്ല. ക്രിസ്ത്യാനി കുറേയൊക്കെ വിട്ടു, അവരും വിടാൻ തയ്യാറാണ്. എനിക്ക് തോന്നുന്നത് ഹിന്ദുക്കളെയും ഇസ്ലാമിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുരോഗമിച്ച സമൂഹം ക്രിസ്ത്യൻസ് ആണ്. തീർച്ചയായിട്ടും, അത് നമ്മൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ഇന്ന് എടുക്കാത്തത്. പിന്നെ വല്ലപ്പോഴും ചില റോസി എന്നൊക്കെ പറഞ്ഞ് പേരുള്ള ചില ആളുകൾ നമ്മൾ വിളിക്കാറുണ്ട്. റോസി ഇവിടെ ഉണ്ടോ? റോസി, ഹായ് റോസി. അവരുടെ ഭൂരിപക്ഷമുള്ള സമുദായത്തിലെ ഈ പള്ളികളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തുവാ വലിയ പബ്ബുകളായി, പബ്ബായിട്ടും ലൈബ്രറി ആയിട്ടൊക്കെ അവർ മാറ്റി. അതെ, ചിലതൊക്കെ മുസ്ലിം പള്ളിയായിട്ട് മാറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ മുസ്ലിം പള്ളിയായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളല്ലല്ലോ മാറ്റുന്നത്, അത് ഈ മുസ്ലിങ്ങളുടെ വാളെടുത്ത് വന്നതായോണ്ട് അങ്ങനെ. അതെ അതെ അതെ, അതന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ പറയുന്നത് ഹിന്ദുമതം മൊത്തത്തിൽ അന്ധവിശ്വാസമാണെന്നാണ്? ഹിന്ദുമതം എന്നല്ല, എല്ലാ മതം അന്ധവിശ്വാസം. ഞാൻ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ ഞാനൊരു അന്ധവിശ്വാസിയാണെന്ന് പറയുന്നത്. കാരണം എനിക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. നിങ്ങൾ ഇപ്പോഴും വിശ്വാസിയായിട്ടാണോ നിൽക്കുന്നത്, അതോ നിരീശ്വരവാദിയാണോ? ഞാൻ സമൂഹത്തിൽ നിരീശ്വരവാദി, ഞാൻ ആ ഒരു അക്നോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു. കാരണം ഒരു സന്ദേഹവാദി. ഞാൻ അപ്പുറത്തോട്ടും ഇല്ല ഇപ്പുറത്തോട്ടും ഇല്ല. കാരണം എനിക്ക് ഒന്നിനെ തള്ളി പറയണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങൾ വേണം, ഒന്നിനെ സ്വീകരിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങൾ വേണം. ഇത് രണ്ടിനും സാധിക്കാത്തൊരു അവസ്ഥയിലാണ് എന്റെ ഒരു കാര്യം. എന്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്. വിശ്വാസി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് എന്റെ മതത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഈ ആൾദൈവങ്ങളാണ്. ഇമാതിരി ഇതുമാത്രം ആൾക്കാർ കുമ്പിടാൻ നിൽക്കുമ്പോൾ എന്താ ഭാഷ അറിയാം. അതുപോലെ ഈ പൈസ നാട്ടുകാർക്ക് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഹലോ, ഞാൻ കൈയടിക്ക് വേണ്ടി വിളിച്ചതല്ല കേട്ടോ. നിങ്ങൾ കൈയടിച്ചിരിക്കില്ലെങ്കിൽ ഇവിടെ കൈയടിച്ചിരിക്കും കേൾക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവ്വമായിട്ട് ഞാൻ ഇത്ര മുമ്പേ വരെ കേട്ടു. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, ഞാൻ ഈ RCയുടെ ഒരു ലെവലിൽ വെച്ച് സംസാരിക്കുന്നത്. ഇപ്പം അതായത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. അതായത് ശിവൻ എന്ന് പറയുന്ന സമുദായം, ശിവൻ എന്ന് പറഞ്ഞ എന്തോ നമ്മുടെ ശ്രീനാരായണ ഗുരു നടത്തിയത് സാമൂഹ്യ പരിഷ്കർത്താവല്ലയോ എന്നുള്ള രീതിയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായപ്പം അതിനകത്ത് RC ചോദിച്ചെന്തോ അറിയാവും, ശിവൻ തന്നെ അന്ധവിശ്വാസമല്ലേ എന്ന്. അതായത് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചതെന്ന് ചോദിച്ചപ്പം RC പറഞ്ഞത് ശിവൻ തന്നെ അന്ധവിശ്വാസമല്ലേ, പിന്നെ അതിൽ എന്ത് വിപ്ലവം നടത്തിയിട്ട് അങ്ങനെ പറയുമ്പം അവിടെ ഹിന്ദു മതത്തെ തന്നെ എന്താണ് തീർച്ചയായിട്ടും. പക്ഷെ നമ്മളിവിടെ ഇന്ന് അഡ്രസ് ചെയ്യുന്ന വിഷയം മതത്തെ മൊത്തം എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ മതങ്ങളിലുള്ള ആളുകൾ അന്ധവിശ്വാസത്തെ കാണുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ വിഷയം. ഓക്കെ, അതെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹിന്ദുക്കളെ സ്കോർ ചെയ്യത്തുള്ളൂ ഇവിടെ ഉള്ള ഒരു ക്രിസ്ത്യാനിയും. കാരണം വെച്ചാൽ അവർക്ക് ഈ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് മതം ഉണ്ടായിട്ടും മതം ഇല്ലാതെ അത് ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത ആളിലേക്ക് പോവാം. സോറി, ഇത് എൻഡ് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. ഓക്കെ, യെസ്. ഏതായാലും നിങ്ങൾ ആൾദൈവങ്ങളെ തള്ളി പറഞ്ഞൊരു ഹിന്ദു മത വിശ്വാസി ആയതുകൊണ്ട് ഒരു പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും
ശരി, ഈ ഒരു ശുഷ്കാന്തി കാണുമ്പോഴേ കൊതിയാവുകയാണ് ഒരു ഹിന്ദുവായിട്ട് ജനിക്കാൻ. എന്തൊരു സ്വാതന്ത്ര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഇവിടെ കിടന്ന് മെഴുകുന്ന കോയമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും സുന്നത്തിനെ ന്യായീകരിക്കുന്നവരായിട്ട് ഇവിടെ കിടന്ന് മെഴുകാണ്. ഇവർക്ക് വിളിക്കാനോ അവരുടെ ഈ പറയുന്ന കാര്യത്തെ തള്ളി പറയാനോ ഉള്ള ഒരു ത്രാണി അവർക്കില്ല എന്നുള്ളത് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്ന സംഗതി സമൂഹത്തിലുണ്ടെങ്കിൽ അതിനെ തള്ളാനുള്ള മനസ്സ് അത് ഹിന്ദുവിന് കൂടുതലാണ്, എന്നാൽ അതിനെ വെളുപ്പിക്കാനുള്ള മനസ്സ് അത് മുസ്ലിമിനാണ് കൂടുതൽ. ഇത് ഒരു വസ്തുതയാണ്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞു വെച്ച കാര്യം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ അന്ധവിശ്വാസങ്ങളുടെ എണ്ണം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഹിന്ദു മതത്തിലായിരിക്കും കൂടുതൽ. പക്ഷേ അത് ഇസ്ലാമിലൊരു 100 എണ്ണേ ഉള്ളൂന്നുണ്ടെങ്കിൽ ആ 100ഉം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അതിന് ശാസ്ത്രീയ മാനം എന്തിനേറെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസം സൂംബ വിവാദത്തിലൊക്കെ വലിയ കൊലകൊമ്പൻ വാദങ്ങളൊക്കെ ആയിട്ട് വന്നു നിന്ന് നമ്മൾ അബ്ദുള്ള ബാസിൽ ജിന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മേശയൊക്കെ വലിച്ചടയ്ക്കുമ്പോൾ അത് സൂക്ഷിച്ചടക്കണം, അല്ലെങ്കിൽ ജിന്നിൻ്റെ കൈ പെട്ടുപോകും എന്ന് വിചാരിക്കുന്ന ഒരു യമണ്ടൻ ആളാണ് നമ്മളുടെ IIT-കാർക്കും അതുപോലുള്ള ആളുകൾക്കൊക്കെ എൻട്രൻസ് കോച്ചിങ് എടുക്കാൻ നടക്കുന്ന ഈ പറയുന്ന ജിന്നൂരിക്കാരൻ ഉന്നാക്കൻ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളാണ്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. എല്ലാ വിഷയവും നിങ്ങൾ എടുത്ത് നോക്കുക. ഇപ്പോൾ ഈ പറയുന്ന ചേലാക്രമമാണ് നമ്മളിതിൻ്റെ പശ്ചാത്തലം. ഇതിനെ നമ്മൾ തള്ളിപ്പറയാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി അതിന് ശാസ്ത്രീയത ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ, ആ സംഗതിയാണ് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ മതവിശ്വാസികൾ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കാണുന്നത്, അതിനെ തള്ളാൻ അവർക്ക് എത്രമാത്രം മനസ്സ് വരുന്നുണ്ടോ ഇല്ലേ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അതൊന്ന് അളക്കുക, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരിക. അത് വിശ്വാസികൾ, ഹിന്ദു മതവിശ്വാസികളെ ഒരു താപ്പാനകളുടെ റോളിലേക്ക് മാറ്റി ഈ പറയുന്ന കൊലകൊമ്പൻ കാട്ടാനകളായിട്ട് നടക്കുന്ന ഒറ്റയാന്മാരായിട്ട് നടക്കുന്ന നമ്മളുടെ ഇസ്ലാം മത വിശ്വാസികൾക്കൊരു മാതൃകയാക്കുക. അവരത് കണ്ടു പഠിക്കണം എങ്ങനെയാണ് ഈ വിശ്വാസത്തെ ക്രിട്ടിക്കലായിട്ട് കാണുന്നത് എന്നുള്ളത്. ഇത് തന്നെയാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു കുറേ കൂടി സെക്യുലറൈസ്ഡ് ആകാനുള്ള സാധ്യത കൂടും. കോ എക്സിസ്റ്റൻസ് നിങ്ങൾ ശീലിക്കും. ഇത് തന്നെയാണ് അതിൻ്റെ വഴി. ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് അമുസ്ലിങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് തന്നെയാണ്. കാരണം അവരിലൂടെ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ മതത്തെ മാറ്റി വെച്ചുകൊണ്ട് ബന്ധങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, അതുപോലെയുള്ള ആ ഒരു കണക്ഷനൊക്കെ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കിയപ്പോഴാണ് ഇങ്ങനെയാണിത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു ബോധം നമുക്ക് വരുന്നതും. ഞാൻ എപ്പോഴും പറയാറുള്ള മാതിരി ഈ മതം ഉപേക്ഷിച്ചു എന്ന് 2019 ഒരു സെപ്റ്റംബർ 15 നമ്മളുടെ ഓണത്തിൻ്റെ സമയത്ത് പച്ചയ്ക്ക് അത് പ്രഖ്യാപിക്കാനുള്ള കാരണം പോലും ഓണം ഡിപ്ലോമാറ്റിക്കായിട്ട് ആഘോഷിക്കണമെന്ന് സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞപ്പോൾ അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു വിഷയമാണ്. കാരണം നമ്മൾ ഓരോ ഓണമൊക്കെ വരുമ്പോൾ നമ്മളെ കൂട്ടുകാരായ ദീപകിൻ്റെയും വിമലിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് ഓണസദ്യ കഴിക്കുന്നു, വിഷുവിന് അവിടെ പോയിട്ട് പായസം കുടിക്കുന്നു എന്നൊക്കെ പറയും. നമ്മുടെ ജീവിതത്തിലൊരു വലിയ ഭാഗമാണ്. നമ്മളൊക്കെ എന്നും ഓർമ്മിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ നമ്മളിനി എത്ര വയസ്സായാലും, ഒരു 100 വയസ്സ് ഉള്ള കാലമായാൽ പോലും നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റ്സാണ് അതൊക്കെ. ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോയി അവരുടെ അമ്മ വിളമ്പി തരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വർത്താനമൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നമ്മൾ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംഗതി. അത് ഒരു മൊമെൻ്റാണത്, അതൊരു എൻജോയ്മെൻ്റാണ്, ആ കൂടിച്ചേരലിനൊരു വാംത്തുണ്ട്. ഇതൊക്കെയാണ് നമ്മളവിടെ ആഘോഷമാക്കി മാറ്റുന്നത്. ഈ സാധനം ചെയ്യുന്നത് വഴി ഞാൻ നരകത്തിൽ പോവും എന്ന് പറഞ്ഞാൽ അത് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയാൻ നമുക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? നമ്മളവിടെ വില കൽപ്പിച്ചത് മതത്തേക്കാൾ ഉപരി ഈ പറയുന്നൊരു കൂട്ടുകെട്ടിനും അതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വാംത്തിനുമാണ്. അവിടെയാണ് നമ്മളുടെ ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് അനൗൺസ് ചെയ്യണം, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനെന്തോ കാര്യമായിട്ട് തകരാറുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പബ്ലിക് ആക്കേണ്ടി വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ ഞാൻ പേരൊക്കെ ഇവിടെ പറഞ്ഞു, പേര് കേൾക്കുന്ന നമ്മുടെ കൂട്ടുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് അറിയണം, അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീടാണ് നമുക്ക് തിരിച്ചറിയുന്നത്, ഇതൊക്കെ നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്കും അഭിമാനിക്കാമെന്നാണ് നമ്മൾ കൂട്ടുകാരായിട്ടുള്ള ദീപകിനോടും ബിമലിനോടും. അവർ രണ്ടുപേരാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡായി നിന്നിട്ടുള്ള രണ്ടാളുകൾ എന്ന് പറയും. മറ്റു പല ആളുകളും ഉണ്ട്, പക്ഷേ ഒരു ഗ്യാങ് ആയിട്ട് എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല, ഒരു ഗ്യാങ് ഉണ്ടാവും. ഞങ്ങളൊരു 5 പേര് ഒരു ഗ്യാങ് ആയിരുന്നു. അതിൽ ഈ പറയുന്ന ഒരു കൂട്ടുകെട്ട് വലിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയും. അതൊരു വലിയ ഘടകം തന്നെയാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു ലൈഫിലുണ്ടാക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് എവിടം വരെ ചെന്ന് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും ഈ
ടെററിസം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ഇസ്ലാമിക് ടെററിസത്തിന് എതിരിടണം എന്ന് പറയുമ്പോൾ അതിൽ ഇസ്ലാമാണ് വിഷയം എന്ന് വരെ നമുക്ക് കണ്ടെത്താനും അതിനെ ആ രീതിയിൽ പച്ചയ്ക്ക് പറയാനും വരെ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു ഘടകം ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അന്ധവിശ്വാസമൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നിങ്ങൾ അന്ധവിശ്വാസത്തെ നിങ്ങൾക്ക് വെളുപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീവ്രവാദത്തെയും വെളുപ്പിക്കും. ഇതന്നെയാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓരോ ഇസ്ലാം മത വിശ്വാസിയും ഒരു അന്ധവിശ്വാസിയാണെന്ന് ഞാൻ പറയുമ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് വായിക്കാം ഒരു മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ ഒരു തീവ്രവാദിയാണ് അതേപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ താലിബാനിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ സൂംബ വിവാദമൊക്കെ നിങ്ങളുടെ മുന്നിൽ അതാണ് ഇവിടെ അനാവരണം ചെയ്തത്. അതിനെ അനുകൂലിക്കുകയല്ലേ അവർ ചെയ്തത്. താലിബാൻ പറയുന്ന അതേ കാര്യം തന്നെയല്ലേ ഇവരിവിടെ അനുകൂലിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് രണ്ടും രണ്ടാണെന്ന് പറയാൻ കഴിയുക? അവിടെ പൊട്ടൻഷ്യൽ താലിബാനി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ജിഹാദ് എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പം പിന്നെ ജിഹാദ് നല്ലതാണെങ്കിൽ പൊട്ടൻഷ്യൽ ജിഹാദ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു ഞാനൊരു ജിഹാദിയാണെന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണ്ടേ നിങ്ങൾ വിഷമിക്കേണ്ടത്. ഇതല്ലല്ലോ കാണുന്നത്. ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കണം എന്തിനാ? എനിക്ക് മനസ്സിലാവാത്ത. ജിഹാദ് നല്ലതാണെങ്കിൽ ഓരോ മുസ്ലിം പൊട്ടൻഷ്യൽ ജിഹാദാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൈയടിച്ച് പാസ്സാക്കണം. അതല്ലേ വേണ്ടത്. അത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ട് ജിഹാദിനെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഏതായാലും നിങ്ങളുടെ വിഷം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു പരിപാടിയുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. NRCയുടെ മീറ്റിംഗ് ആണ്. നമ്മളൊരു വീട് പണിയുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കെട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. മഴ കാരണമാണ് ഒരുപാട് തടസ്സം വന്നത്. നല്ല കുത്തി ഒലിച്ചു വരുന്ന വെള്ളമൊക്കെ അവിടെ പ്രശ്നമായതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് മഴയൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ വെച്ച് അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ വേറൊരു ദിവസം പറയാം. ഏതായാലും നമുക്ക് ആ NRCയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഒന്ന് പോയിട്ട് ഇതുവരെ ഡൊണേറ്റ് ചെയ്യാത്ത ആളുകൾ അതിലേക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. 14 ലക്ഷം രൂപയാണ് നമുക്ക് റൈസ് ചെയ്യേണ്ടത്. വളരെ കുറച്ച് എമൗണ്ടേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. കഴിയുന്നത്ര ആളുകൾ അതിന് മുന്നോട്ട് വരണം എന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്കോർ ബോർഡിൽ മുസ്ലിങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്ന് കുരുപൊട്ടിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം പോലും വിളിച്ചിട്ട് അവരുടെ വിഷയം ഈ പറയുന്ന ഒരു അന്ധവിശ്വാസത്തെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾ എൻ്റെ ചാനൽ കാണുന്നില്ല എന്നൊന്നും പറഞ്ഞാൽ ഇവിടെ സാധിക്കില്ല. ഇവിടെ ലൈവ് ചാറ്റ് റീപ്ലേ ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ഈ ലൈവ് ചാറ്റിൻ്റെ സമയത്ത് ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ കാക്കാമാരുടെ വിളയാട്ടമായിരുന്നു. നമ്മളെ തെറി വിളിക്കുക, കമൻ്റ് ഇട്ട് മെഴുകുക, ഈ പറയുന്ന അന്ധവിശ്വാസത്തെ നമ്മൾ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളെ തെറി വിളിക്കുക, ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അതിനെ തള്ളി പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പറയുന്ന ആ വിശ്വാസി ഒരു അന്ധവിശ്വാസി തന്നെയാണ്. ആ അന്ധവിശ്വാസത്തെ വെളുപ്പിക്കുന്നവനാണ്. ആ അന്ധവിശ്വാസത്തെ വെളുപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീവ്രവാദത്തെയും വെളുപ്പിക്കാൻ വരെ മടിക്കില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് 0 കിട്ടിയിരിക്കുന്നത്, നല്ല അസൽ 0. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഇവിടെ വിളിച്ച 9 പേര് വിളിച്ചു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള. ഈ 9 ഒരു ക്രിസ്ത്യാനിയും വിളിച്ചു. 10 പേര് വിളിച്ചതിൽ 9 പേരും ഹിന്ദുക്കൾ. ഈ 9 പേര് ഹിന്ദുക്കളിൽ ചില ആളുകൾ പകുതി വിശ്വാസി, ചില ആളുകൾ ഏത്തീസ്റ്റ്, ചില ആളുകൾ ഇപ്പോഴും വിശ്വാസിയായിട്ടുള്ള ആൾ പറഞ്ഞ് പ്രാർത്ഥന തന്നെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് വിശ്വാസിയാണ് നമ്മൾ കേട്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ് വിശ്വാസിയായിരിക്കുക നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് കാണുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇവിടെ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ച കാര്യം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹിന്ദു മതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മതമില്ല. ഇനി ഉള്ള സാധനത്തെയൊക്കെ കൂട്ടി നിങ്ങളൊരു മതം എന്ന് നിങ്ങൾ വിളിച്ചാൽ പോലും അതിനകത്തുള്ള ആളുകളുടെ രീതി ഇതാണ്. ഈ രീതിയുടെ വ്യത്യാസം തന്നെയാണ് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ രണ്ടായിട്ട് കാണുന്നതും. ഇത് തമ്മിൽ ചേരാത്ത രീതിയിൽ ഒരു എണ്ണയും വെള്ളവും പോലെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയും വെള്ളവും, ആഹാ കറക്റ്റ്, വെളിച്ചെണ്ണയും വെള്ളവും പോലെ ആയി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, തൽക്കാലം ഇവിടെ നിർത്തുന്നു. നാളെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.